എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അതായത് കീം 2024 പ്രവേശനത്തിനായിട്ട് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റിൽ ലഭിക്കുകയും എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CE അനുവദിച്ച ഒരു നിശ്ചിത സമയത്തിനകം ഫീസ് അടച്ച വിദ്യാർത്ഥികളിൽ അഡ്മിഷൻ നേടാതെ അല്ലെങ്കിൽ TC വാങ്ങിച്ച വിദ്യാർത്ഥികൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ റീഫണ്ടിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കാതെ വരികയോ അതല്ലെങ്കിൽ റീഫണ്ടിന് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റായത് കാരണം അക്കൗണ്ടിലേക്ക് റീഫണ്ട് തുക വരാതിരിക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 7-ാം തീയതി വരെ റീഫണ്ടിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ കീം 2025 കാണാം, കീം 2024 എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ പറ്റും. അപ്പോൾ കീം 2024 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കീം 2024 വെബ് പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നതാണ് റിട്ടേൺഡ് ലിസ്റ്റ് റീഫണ്ട് ഫേസ് 1 and 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്ര പൈസയാണ് റീഫണ്ട് എമൗണ്ട് ഉള്ളത് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ചില വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ്, എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് 7000 സംതിങ് ഒക്കെ ഉണ്ട്, ചില വിദ്യാർത്ഥികൾക്ക് 10,000 ഉണ്ട്, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് 23,000 സംതിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫീസ് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അർഹതയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏകദേശം 14ഓളം പേജ് ഉണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് 10,000 ഉണ്ട്. അങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും എത്രത്തോളം റീഫണ്ടിന് അർഹതയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ടിന് എത്രത്തോളം അർഹതയുണ്ട് എന്നുള്ള കാര്യം, അതായത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതായത് ലോഗിൻ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് എന്താണ് അത് കൊടുക്കുക. അതുപോലെ ഇവിടെ കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒരു നീല കളറിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്താണോ ആ സ്ക്രീനിൽ കാണുന്നത് അതിനെയാണ് ആക്സസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആക്സസ് കോഡ് കൂടി നൽകുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് നൽകുന്നതിനായിട്ട് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ആ ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ ഒരു ലോഗിൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാം, നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രസ് റിലീസ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കീം 2024 ഫെസിലിറ്റി ടു സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോർ സ്റ്റുഡൻറ്റ് ഹൂസ് റീഫണ്ട് വേർ റിട്ടേൺഡ് ബൈ ദ ബാങ്ക് ആൻഡ് ഹൂ ഹാവ് നോട്ട് സബ്മിറ്റഡ് ദ കറക്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ സർക്കുലർ കാണാം. അപ്പോൾ കീം 2024 പ്രവേശനം റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിനായിട്ട് അവസരം നൽകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റീഫണ്ടിന് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിജ്ഞാപനമാണ്. അപ്പോൾ 2024-25 അധ്യയന വർഷത്തെ കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ടുള്ളവരിൽ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് തെറ്റായത് കാരണം നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കാത്തവർക്ക് തുക ബാങ്ക് അക്കൗണ്ട് വഴി തിരികെ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, അതായത് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഭാഗത്തുള്ള, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി പ്രവേശിച്ച ശേഷം സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെനു ഐറ്റം കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുക. അപ്പോൾ ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സമർപ്പിക്കണം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായിട്ട് രേഖപ്പെടുത്തി ശരിയാണെന്ന് ഉറപ്പുവരുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് പ്രിൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്ന ഒരു സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകി നിങ്ങൾ അത് കറക്റ്റാണ്, അതായത് IFSC കോഡ് കറക്റ്റാണ്, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റാണ്, അക്കൗണ്ട് ഹോൾഡർ നെയിം കറക്റ്റാണ്, ഇതൊക്കെ കറക്റ്റാണ് എന്നുള്ളത് നിങ്ങൾ ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് വെരിഫൈ ചെയ്യുക. കാരണം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ കൃത്യമാണ്, അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ IFSC കോഡും കാര്യങ്ങളൊക്കെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം പ്രിൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾ നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്ന ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് ഭാവി ആവശ്യത്തിനായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ തുക ലഭ്യമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കുറിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥി നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിൻ്റെയോ പേരിലുള്ളതായിരിക്കണം. ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുള്ളൂ. സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് അതുപോലെ തന്നെ ബേസിക് സേവിംഗ് അക്കൗണ്ട്, അതുപോലെ ടൈനി അക്കൗണ്ട്, ജനപ്രിയ അക്കൗണ്ട് എന്നിവയിൽ റീഫണ്ട് ലഭിക്കുന്നതല്ല. NRI അക്കൗണ്ടിലേക്കും റീഫണ്ട് നൽകുന്നതല്ല. വിവരങ്ങൾ തെറ്റായി നൽകുന്നത് കാരണം റീഫണ്ട് തുക ലഭിക്കാതിരിക്കുകയാണ് എങ്കിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഉത്തരവാദിയായിരിക്കുന്നതല്ല. അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായിട്ട് നൽകാത്തവരുടെ തുക ഇനിയൊരു അറിയിപ്പില്ലാതെ തന്നെ സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതായിരിക്കും. അതായത് പിന്നീട് നിങ്ങളിപ്പോൾ റീഫണ്ടിനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നൽകിയിട്ടില്ല, അതായത് ഇപ്പോൾ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ IFSC കോഡോ അല്ലെങ്കിൽ അതൊക്കെ തെറ്റായി കൊടുത്തു, അതല്ലെങ്കിൽ നിങ്ങൾ നൽകിയ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതായത് ബേസിക് സേവിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ടൈനി അക്കൗണ്ട് അല്ലെങ്കിൽ ജനപ്രിയ അക്കൗണ്ട് എന്നിവ അതുപോലെ NRI അക്കൗണ്ട് ഇങ്ങനെയുള്ള അക്കൗണ്ട് ആണെങ്കിൽ ഇതിലേക്ക് റീഫണ്ട് കിട്ടില്ല. സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെയോ രക്ഷിതാവിൻ്റെയോ പേരിലുള്ള ഒരു അക്കൗണ്ട് കൃത്യമായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് അത് നിങ്ങളുടെയോ നിങ്ങളുടെ പാരൻറ്റിൻ്റെയോ അക്കൗണ്ട് നൽകാം. അതുപോലെ സേവിംഗ് അക്കൗണ്ട് ആയിരിക്കണം. അതുപോലെ നൽകുന്ന ഡീറ്റെയിൽസും കൃത്യമായിരിക്കണം. ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അല്ലാതെ പിന്നീട് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അർഹതയുണ്ടെങ്കിലും ആ ഒരു പൈസ അക്കൗണ്ടിലേക്ക് വരാത്ത സാഹചര്യത്തിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ള കാരണം കൊണ്ട് അത് പിന്നീട് അത് ഗവൺമെൻറ്റിലേക്ക് ഈ ഒരു പൈസ മുതൽക്കൂട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക, തെറ്റിക്കാതെ കൊടുക്കേണ്ടതാണ്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് റീഫണ്ട് പൈസ അക്കൗണ്ടിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകാനായിട്ടും ശ്രദ്ധിക്കുക. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.